അതെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇതുണ്ട് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഇങ്ങോരെ കുറിച്ചിട്ടാണ് കേട്ടോ. അതെ, നമ്മുടെ സ്വന്തം മുരിങ്ങേനെ കുറിച്ചാണ് നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് കിട്ടുന്നത് കൊണ്ട് ആർക്കും ഇതിനൊരു വിലയില്ലാന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് ഒരുപാട് മണ്ണ് വെള്ളം ഒക്കെ ഉള്ളത് കൊണ്ട് ഇത് പാട്ടിന് അവിടെ വളർന്നോളും. പക്ഷേ ഞാൻ തിരുപ്പൂർ വന്നപ്പോൾ നമുക്ക് കുറച്ച് സ്ഥലമൊക്കെ ഉള്ള വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത് മനസ്സിലായി. ഉടനെ തന്നെ നമ്മൾ ആദ്യം വെച്ചിരിക്കുന്നത് ഈ മുരിങ്ങയുടെ മരമാണ് കേട്ടോ. അതായത് കുഞ്ഞൊരു കഷ്ണം വെച്ച് അത് വലുതായി ഒരുപാട് ആൾക്കാർക്ക് ഉപകാരമുള്ളൊരു സാധനമായിട്ടുണ്ട്. ഒരു കറിവേപ്പില മുതൽ പച്ചമുളക് മുതൽ വാങ്ങിക്കുന്ന ഈ കാലത്ത്, അതായത് ടൗണിൽ താമസിക്കുന്ന ആൾക്കാർ അങ്ങനെയാണല്ലോ, ഞാൻ ഇതൊന്നും പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല, എല്ലാം വീട്ടിലുണ്ടാക്കാറുള്ളത്. നമ്മുടെ വീടുകളൊക്കെ കുറച്ച് കുറച്ച് കാണിക്കാറുണ്ട്. ഈ മുരിങ്ങ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ്. കാരണം ഞാൻ ഒരു തണ്ട് മുരിങ്ങ 5 രൂപയ്ക്ക് ഇവിടെ വാങ്ങിയ കഥയുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ മരത്തിലുള്ള ഇലകൾ മുഴുവനും നാട്ടുകാർക്ക് കൊടുക്കലാണ് പതിവ്. കുറേ പുഴുവൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് വെട്ടി എല്ലാവർക്കും കൊടുത്തതിന് ശേഷമുള്ള മുരിങ്ങേനെ ഞാൻ കഴുകി വൃത്തിയാക്കി നന്നായിട്ട് വെയിലില്ല കേട്ടോ, വീട്ടിൻ്റെ ഉള്ളിൽ 3 ദിവസം ഇട്ടിട്ട് നന്നായി ഉണക്കി എന്നിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തു. എന്നതിന് ശേഷം വെറുതെ ഒന്ന് വറുത്തെടുത്തു. കാരണം ഇനി പൂപ്പിലൊന്നും വരാൻ പാടില്ലല്ലോ, പൊടിച്ച് വെക്കാനാണ് പോണത്. അങ്ങനെ ഉണ്ട് കരമറാന്ന് സൗണ്ട് വരുന്നവരെ ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് നമ്മളൊന്ന് പൊടിച്ച് വെക്കുകയാണ് കേട്ടോ. ഒരു 10 കിലോയ്ക്ക് മേലെ നമ്മൾ വൃത്തിയാക്കി എടുത്തപ്പോൾ ഉണ്ടായിരുന്നു. ഉണങ്ങി വന്നപ്പോൾ ഒരു 200-250 ഗ്രാം പൊടി മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് മുരിങ്ങയില പൊടിക്ക് മുരിങ്ങയില കൊണ്ടുള്ള ഗുളികയ്ക്കൊക്കെ ഭയങ്കര വില. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. മട്ടൻ സൂപ്പിൻ്റെ ഗുണം ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത് കേട്ടിട്ടുള്ളത്. ഞാൻ അതിനെക്കുറിച്ച് വലിയ ആരാய்ச்சிയൊന്നും നടത്തിയിട്ടില്ല. എന്നാലും ഒരു ABC മുതലുള്ള എല്ലാ വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീന് കാൽഷ്യം പറഞ്ഞ എല്ലാ സംഭവാന്തി യുഗാകളും ഇതിനകത്തുണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാ ആൾക്കാരും ഡെയിലിയും മുരിങ്ങ ഉപയോഗിച്ചോളൂ. ഞാനിത് പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ പൊടിച്ചിട്ട് ഉപയോഗിക്കാറുണ്ട്. ഡെയിലിയും പോയിട്ട് ഇങ്ങനെ മുരിങ്ങേൻ്റെ ഇല ഇങ്ങനെ ഊരണത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് ഈ പൊടി ഞാനത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് മാത്രം. നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ, നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ട് എല്ലാ ആൾക്കാരും ഉപയോഗിക്കാം കേട്ടോ. അമ്മ ഇത്രയേ ഉള്ളൂ. ബൈ.